ഞാനിത് എൻ്റെ പ്രോപ്പർട്ടി കിടക്കട്ടെ റേഡിയൽ കൊടുക്കണം. റേഡിയലിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എത്രയാണോ വേണ്ടത് ആ തിക്നെസ് കൊടുക്കാൻ ഞാൻ 5 സെൻറ്റിമീറ്റർ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ വെക്ടക്സ് എല്ലാം ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്ത് മാറ്റാം, കോർണർ വെക്ടക്സ് ആക്കി മാറ്റാം. ഓക്കെ, കോർണർ ആക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതേ എടുത്ത് നമുക്ക് മറ്റൊരു ലൈൻ കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു, ഒരു ലൈൻ കൂടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, തൽക്കാലം ഞാൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടോപ്പ് വ്യൂവിൽ പോയിട്ട് അതിൻ്റെ രണ്ടിനെയും സ്ട്രൈറ്റ് ലൈനിൽ കൊണ്ടുവരാം. ഓക്കെ, സോ ഞാൻ ഈ ഒരു ലൈനിൻ്റെ പ്രോപ്പർട്ടീസ് എക്സും വൈയും കോപ്പി ചെയ്യണം രണ്ടിനും. സോ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ എക്സ് കോപ്പി ചെയ്തു. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ എക്സ് കൊടുക്കുന്നു. അതേപോലെ ഇതിൻ്റെ വൈ കോപ്പി ചെയ്യുന്നു. എൻ്റെ വൈ ഞാൻ എന്ത് ചെയ്യുന്നു, അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, എൻ്റെ കോളും അവിടെ ഫ്രണ്ടിൽ വന്നോളൂ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ വാല്യൂ കൊടുക്കണം. വാല്യൂ ഞാനൊരു -30 കൊടുക്കുന്നു. അപ്പോൾ നോക്കാം, നമുക്ക് എന്ത് ചെയ്ത് ഇങ്ങനെ വന്നു. അതിൻ്റെ ഇനിയിപ്പോൾ നമുക്ക് സൈസ് എല്ലാം കുറയ്ക്കണമെന്നുണ്ട്, സൈസ് കുറയ്ക്കാം. ഞാനിവിടെ ഒരു 3 കൊടുക്കുകയാണ്. ഓക്കെ, ഇനിയിപ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഞാനിപ്പോൾ ഈ ഒരു ഓബ്ജക്റ്റിനെ കോപ്പി ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അവിടെ ഞാൻ ദാറ്റ് മീൻസ് നമ്മുടെ പാത്ത് കോപ്പിക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, അവിടെ കൺഫേം ചെയ്യണം ഈ ഒരു പോസ്റ്റ് എനിക്ക് എങ്ങനെയാണ് കോപ്പി വരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഈ ടോപ്പിൽ നിന്നും താഴേക്കാണോ വരേണ്ടത്, അതോ ഇതിന്റെ സെന്ററിൽ നിന്നിട്ട് അങ്ങനെയാണോ കോപ്പി വരേണ്ടത്, അല്ല ഇതിന്റെ ബോട്ടം മേളിലേക്ക് ഇരുന്നിട്ടാണോ കോപ്പി വരേണ്ടത്. ഓക്കെ, സോ ആ ഒരു പേഴ്സൺ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു യൂസേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. ഈ യൂസേഴ്സ് എവിടെയാണ് ഇരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, അത് കൺട്രോൾ ചെയ്യുക. സോ ഞാൻ ഈ യൂസേഴ്സിനെ പിടിച്ച് മേലോട്ട് കൊണ്ടുപോകണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, എഫക്ട് ക്രിയേറ്റ് ഓൺലി എടുക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ പിടിച്ച് ഏറ്റവും ടോപ്പിൽ കൊണ്ടുവയ്ക്കാം. ഓക്കെ, അതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുവച്ച് റിമൂവ് ചെയ്യും. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ ഷോർട്ട് കട്ട് പ്രസ് ചെയ്ത് ഷിഫ്റ്റ് ആയി പ്രസ് ചെയ്ത് സ്പേസിംഗ് ടൂൾ എടുത്തു. ഓക്കെ, ഞാൻ എന്ത് ചെയ്തിരിക്കുകയാണ്, കോപ്പി എടുക്കേണ്ട ഓബ്ജക്റ്റിനെ ഞാൻ എന്ത് ചെയ്താണ്, സെലക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. പിക്ക് പാത്ത് എടുത്തു, പാത്തിനെ സെലക്ട് ചെയ്തു. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ വരിക. ഇവിടെ ഞാൻ എന്ത് കൊടുക്കുക, നമുക്ക് എത്രയാണോ കോപ്പി ഉണ്ടത് ആ ഒരു വാല്യൂ എടുക്കുക. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 45 കൊടുത്തു. അപ്പം നോക്കിയേ, 45 എന്ത് ചെയ്തിട്ടുണ്ട്, ആ പാത്തിലൂടെ കോപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ നേരത്തെ വന്നതുപോലെ വന്നിട്ടുണ്ട്. എഡ്ജസ് വേണമെന്നുണ്ടെങ്കിൽ എഡ്ജസ്, സെൻറ്റർ വേണമെന്നുണ്ടെങ്കിൽ സെൻറ്റർ. ബട്ട് ഞാൻ ഈ ഒരു ഇതിനേറ്റവും ടോപ്പ് പിടിച്ച് വെച്ചതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്യൂ വരുന്നില്ല. നമുക്ക് മേലിൽ നിന്ന് താഴേക്കായിരിക്കും ഓബ്ജക്റ്റ് എന്താവാ പോവുക. വേറെ സെൻറ്റർ അങ്ങനെയുള്ള ഇഷ്യൂസ് എന്ത് ചെയ്തില്ല, വരത്തില്ല. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. നമുക്കിപ്പോൾ ഇത് കോപ്പി ഒബ്ജക്ട്സ് ആയിട്ട് വരണോ അതോ ഇൻസ്റ്റൻസ് ഒബ്ജക്ട്സ് ആയിട്ട് വരണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ തന്നെ കൺട്രോൾ ചെയ്യാം. ഇൻസ്റ്റൻസ് ഒബ്ജക്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരെണ്ണത്തിന് എഡിറ്റ് ചെയ്യുമ്പോൾ ബാക്കി എല്ലാം എഡിറ്റ് ആയി പോകും. ഓക്കെ, ഞാൻ കോപ്പിയാണ് കൊടുക്കണമെന്നുണ്ടെങ്കിലോ ഓരോന്നിനും ഞാൻ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ സിമ്പിളായിട്ട് ഞാൻ കാണിച്ചത്, എനിക്കിപ്പോൾ ഇതിന് എന്ത് ചെയ്യണം, ഓക്കെ, നമ്മൾ ആക്ച്വലി എഡിറ്റബിൾ പോളി ആക്കിയിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ വരത്തില്ല. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു ഓബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു. ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് എഡിറ്റബിൾ പോളി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, നേരത്തെ ചെയ്ത അതേ മെത്തേഡ്, ഈ പാത്ത് എടുക്കുന്നു, പാത്ത് സെലക്ട് ചെയ്തു, 45 ഇൻസ്റ്റൻസിൽ വെച്ചു, അപ്ലൈ കൊടുത്തു ആൻഡ് ക്ലോസ്. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ ഇതിനെ ചൂസ് ചെയ്യണം നോക്കിയാൽ, ഞാനിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നു. ഇവിടെ നിന്ന് ഞാൻ ഇതിൻ്റെ ഒരു ഫേസിനെ ചൂസ് ചെയ്തു. ഓക്കെ, ആ ഒരു ഫേസിനെ ഞാൻ എന്ത് ചെയ്യാൻ എക്സ്ട്രൂഡ് കൊടുക്കുകയാണ്. സോ കണ്ടോ, മൊത്തമായിട്ട് എന്തായിക്കോളും എക്സ്ട്രൂഡ് ആവും. സോ എനിക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഈ ഒരു പോർഷൻ എന്ത് ചെയ്യണം, ഗ്ലാസ് ആണ് വരേണ്ടത്. ഞാൻ എന്ത് ചെയ്യും, സിമ്പിളായിട്ട് ഗ്ലാസ് ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിപ്പോൾ ടോപ്പ് വ്യൂയിലോട്ടൊന്ന് പോവാണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സിമ്പിളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവയ്ക്കാം. സോ ഇപ്പോൾ മൊത്തം ക്രിയേറ്റ് ആയിട്ടുണ്ടാവും കേട്ടോ. ബട്ട് ഇവിടെ നോക്കിക്കേ, കാരണം എന്താണ്, ഇവിടെ ആക്ച്വലി വരുന്നത് ഇതേ ഫേസിലായിരിക്കും എന്താണെന്ന് സെലക്ട് ആവുന്നത്. സോ ഇതിനെല്ലാം നമ്മൾ പിന്നെ എന്ത് ചെയ്യേണ്ടി വരും, റൊട്ടേറ്റ് ചെയ്ത് വെക്കേണ്ടി വരും. സോ അത് കാരണം നമുക്ക് എന്ത് ചെയ്യത്തില്ല, ആ ഒരു ഓപ്ഷൻ ഇതിനകത്ത് നടക്കത്തില്ല. ബട്ട് ഇതുപോലെ നമ്മൾ ഇൻസ്റ്റൻസ് ആയിട്ട് കോപ്പി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഗുണം എന്ന് പറയുമ്പോഴേക്കും ഏതെങ്കിലും ഒന്നിൻ്റെ ഹൈറ്റോ ലെങ്ത്തോ വിട്ടോ ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് മറ്റുള്ള ഇതിന് കൂടെ അതിൻ്റെ എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ഇതിനകത്ത് വേറെ ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്, ഫോളോ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം എന്തിനെ ഫോളോ ചെയ്യുക, ഈ ഒരു ലൈനിനെ ഫോളോ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഈ ഫോളോ ആക്റ്റീവ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ഒന്നുകൂടെ ഞാൻ നിർത്തുന്നു, പിക്ക് പാത്ത് എടുക്കുന്നു, പാത്ത് സെലക്ട് ചെയ്തു, ഒബ്ജക്റ്റ്, ദെൻ പിക്ക് പാത്ത് എടുത്തു, പാത്ത് സെലക്ട് ചെയ്തു, ഫോളോ ഇവിടെ ആക്റ്റീവ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അപ്ലൈ കൊടുത്തു ആൻഡ് ക്ലോസ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, പിന്നെ തിരിച്ച് ഞാൻ ആ ഒരു ഓബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസിൽ വരണമെന്ന് വെച്ചാൽ ടോപ്പ് വ്യൂയിലോട്ടൊന്ന് പോവാം. നമുക്ക് അതിൻ്റെ സെൻറ്റർ ഇതൊന്ന് വരാം.
ഓക്കെ, ഇതിനകത്ത് ആക്ച്വലി സെന്റർ ഇല്ല, അത് കുഴപ്പമില്ല. ഞാൻ എന്ത് എടുക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യാണ്, ഈ ഇതിനെ സെൻട്രേറ്റ് എടുക്കുകയാണ്. അതിന് ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്ട്രൂഡ് കൊടുക്കുന്നു. നോക്കിക്കുക, എല്ലാത്തിലും മേളിലുള്ളതാണ് എന്തായിട്ടുള്ളത്, ഇതായിട്ടുള്ളത്. നോക്കിക്കുക, എല്ലാം ആ ഒരു ലൈൻ എന്തായിട്ട് മാറും, ഫോളോ അപ്പ് ആയിട്ട് മാറും. ഞാനിപ്പോൾ ഉദാഹരണത്തിന് ഇതിന് ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്ട്രൂഡ് കൊടുക്കുകയാണ്, ഓക്കെ കൊടുത്തു. ഈ ഒരു ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനകത്തേക്ക് കൊണ്ടിരിക്കുന്നു. ഇപ്പൊ നോക്കിക്കേ, എല്ലാം അതുപോലെ അതേ ഡയറക്ഷനിൽ ഫോളോ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ ഒരു ഓബ്ജക്റ്റിന്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത് ഏതിലാണ് ഇരുന്നത്, ഇവിടെയാണ് വന്നിരുന്നത്, ഈ ഒരു ഡയറക്ഷനാണ് വന്നത്, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ ബാക്കിയെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ലൈനിനെ ഫോളോ ചെയ്തിട്ടുണ്ടാവും. സോ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി സിമ്പിൾ ആയിട്ട് ഇതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അപ്പൊ നമ്മൾ താഴെ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് മോഡൽ ഉണ്ടാവും. നോക്കിക്കേ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഗ്ലാസ്സുമാക്കി മാറ്റാം, ഇതിനെ നമുക്ക് എന്താക്കി മാറ്റാം, സോളിഡ് മെറ്റലാക്കി മാറ്റാം. സോ നമുക്ക് അതൊരു ഡിസൈൻ ആക്കി കിട്ടും വിത്ത് ഗ്ലാസ്. ഓക്കെ, ക്ലിയർ ആണോ? പാത്ത് കോപ്പി ക്ലിയർ ആണോ? ഹലോ, ഓക്കെ അല്ല? സോ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമുക്കിനിയിപ്പോൾ ഈ ഒരു പ്ലാന്റെ ആവശ്യങ്ങളൊന്നുമില്ല. ഞാൻ എന്ത് ചെയ്യുന്ന, പ്ലാനൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ നമുക്ക് പ്ലാൻ നമുക്ക് ഈ ഒരു ബേസ് എടുക്കുന്നതിന് വയ്ക്കാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, ബാക്കിയെല്ലാം നമ്മൾ എഡിറ്റ് ചെയ്ത് ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് ഡോർസ് ആൻഡ് വിൻഡോസ് കൊണ്ടുവരും. ഓക്കെ, നോർമലി നമുക്ക് ഇന്റർനെറ്റിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഡോർസ് ആൻഡ് വിൻഡോസ് ഒക്കെ കിട്ടും. സോ നമുക്ക് ഡോർ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന അതുപോലത്തെ ഡോറുകൾ നമുക്ക് യൂസ് ചെയ്യാം. കാരണം ഡോറുകൾ വലിയ ഇഷ്യൂസ് വരാറില്ല. ബട്ട് നമ്മുടെ വിൻഡോസ് എടുക്കുമ്പോൾ പ്രശ്നം പറയുന്നത് നമ്മുടെ എക്സ്റ്റേണൽ വ്യൂസിൽ നമ്മൾ റിഫ്ലക്ഷൻ ഉണ്ടാക്കില്ല. സാധാരണ നോർമലി നമ്മൾ ഇമേജ് വിൻഡോ എടുക്കുകയാണെന്നുള്ളത് എന്നിട്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് വിൻഡോസ് ഇമേജ് ആയിട്ട് കിട്ടും. അങ്ങനെയുള്ള വിൻഡോസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടത്തില്ല, റിഫ്ലക്ഷൻസ് കിട്ടത്തില്ല. കാരണം എന്താണ്, ഇമേജിൽ എന്തുണ്ടാക്കില്ല, ഗ്ലാസിന്റെ പുറത്ത് മാത്രം ഗ്ലാസിന്റെ റിഫ്ലക്ഷൻ ചെയ്യത്തില്ല. അപ്പൊ അത് കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നോർമൽ ഇമേജ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അല്ലാതെ ഇന്റർനെറ്റിനകത്ത് നമുക്ക് വിൻഡോസ് കിട്ടും, ഈ ഓഫീസിനകത്തുള്ള വിൻഡോസ് കിട്ടും. പക്ഷെ പ്രശ്നം പറയുമ്പോഴേക്കും നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള വുഡൻ വിൻഡോസ് കിട്ടാറില്ല. കാരണം അറിയാലോ, ഇതിപ്പോൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്നത് യൂറോപ്യൻസ് ഒക്കെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ നാട്ടിൽ കൂടുതലും എങ്ങനത്തെ വിൻഡോസാണ് യൂസ് ചെയ്യുന്നത്, കൂടുതലും മെറ്റിലായിട്ടുള്ള വിൻഡോസുകളാണ് യൂസ് ചെയ്യുന്നത്. അതായത് അലുമിനിയം, സ്റ്റീൽ, അങ്ങനത്തെ വിൻഡോസുകളാണ് എന്തെങ്കിലും യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഡിസൈൻസ് കിട്ടില്ല, വുഡൻ വിൻഡോസിന്റെ ഡിസൈൻസ് കിട്ടാറില്ല. സോ നോർമലി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ എന്ത് ചെയ്യും, നോർമൽ വുഡൻ ഇമേജസ് എന്ത് ചെയ്യും, വിൻഡോ ഇമേജസ് ഞാൻ എന്ത് ചെയ്യും, ഡൗൺലോഡ് ചെയ്തെടുക്കും ഇന്റർനെറ്റിൽ. സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. സോ അതിന്റെ സാമ്പിളിലോട്ട് പോവാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇതുപോലുള്ള കണ്ടു, ഇതുപോലുള്ള വുഡൻ ഇമേജസ് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന വിൻഡോസ് ആണ്. കണ്ടോ, ഇതിന്റെ ഇമേജസ് ഞാൻ എന്ത് ചെയ്യും, ഡൗൺലോഡ് ചെയ്തെടുക്കും. നോക്കിക്കേ, കുറേ ഇമേജസ് ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഇമേജസിനെ ഏതിനകത്ത് കൊണ്ടുപോകും, ഓട്ടോക്യാഡിനകത്ത് കൊണ്ടുപോയിട്ട് ഓട്ടോക്യാഡിനകത്ത് ഞാൻ എന്ത് ചെയ്യും, ട്രേസ് ചെയ്യും നമ്മുടെ സൈസിൽ. നമുക്കറിയാലോ, നമുക്കൊരു സൈസ് ഉണ്ട്, എങ്ങനെ 1.4 ആണ് എന്നുള്ളത് വിൻഡോസിന്റെ ഹൈറ്റ്. അതേപോലെ സിംഗിൾ ഡോർ വിൻഡോസിന്റെ വിട്ട് എന്ന് പറയുന്നത് 0.5 ആയിട്ടാണ്. സോ ഈ ഒരു സൈസിൽ ഞാൻ എന്ത് ചെയ്യും, വിൻഡോസിനെ വരച്ചെടുക്കും. സിംഗിൾ പാളികൾ മാത്രം ഞാൻ എന്ത് ചെയ്യും, വരച്ചെടുക്കും. എന്നിട്ട് അതിനെ 3ds മാക്സിലോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ അതിനെ എന്ത് ചെയ്യും, മാക്സ് ഓബ്ജക്റ്റ് ആയിട്ട് ഷെല്ല് ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്യും, എക്സ്ട്രൂഡ് ചെയ്തെടുക്കും. അതിന്റെ സാമ്പിൾ ഞാൻ കാണിക്കാം. കണ്ടോ, ഇത് ആക്ച്വലി 3 വിൻഡോയാണ്, 3 ഡിസൈൻ ഞാൻ എന്ത് ചെയ്ത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒന്നാമത്തെ സെക്ഷനാണ്, ഫസ്റ്റ് കാണുന്നത്. ഇപ്പൊ ഇതിപ്പോ ഒരു സെക്ഷനാണ്, ഒരു വിൻഡോ സെക്ഷനാണ്. അതിനുശേഷം ഇത് രണ്ടാമത്തേതാണ്, അതേപോലെ ഇത് മൂന്നാമത്തേതാണ്. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, 3 വിൻഡോ വരച്ചിട്ടുണ്ട്. അതോടൊപ്പം 3 ലെയറിനകത്ത് ഇട്ടിട്ടുണ്ട്. കണ്ടപ്പോൾ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലെയർ 1 ആണ്, ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെയർ 2 ആണ്, ഇത് നമുക്ക് ലെയർ 3 ആണ്. ഓക്കെ, അതോടൊപ്പം തന്നെ ഈ ലൈൻസിനെ ഞാൻ നോർമൽ ലൈനായിട്ടല്ല ക്രിയേറ്റ് ചെയ്തിരുന്നത്, പോളി ലൈനായിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. കാരണം പോളി ലൈനായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തിന്റെ ആവശ്യം വരില്ല, 3ds മാക്സിനകത്ത് കൊണ്ടിട്ട് വരയ്ക്കേണ്ട ആവശ്യം വരത്തില്ല. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ആ ഓബ്ജക്റ്റ് എന്താക്കി മാറ്റാൻ പറ്റും, ഷെല്ല് അപ്ലൈ ചെയ്ത് എക്സ്ട്രൂഡ് ചെയ്യാൻ പറ്റും. നമുക്ക് അവിടെ കൊണ്ടുവച്ച് വീണ്ടും എന്ത് ചെയ്യേണ്ട, തീർന്ന് വരയ്ക്കേണ്ട. സോ ഞാനിപ്പോൾ അവിടെ എടുക്കാൻ പോകുന്നത് ഈ ലെയർ 2-ലുള്ള ഈ ഒരു വിൻഡോനാണ്. ഞാനിപ്പോൾ ഈ ലെയർ 1-ലുള്ള ഈ വിൻഡോനാണ് ഞാനിപ്പോൾ അവിടെ എടുക്കാൻ പോകുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, മിനിമൈസ് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, 3ds മാക്സിലോട്ട് പോവാം. അതിനകത്ത് നമ്മൾ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫയലിനകത്ത് ഇമ്പോർട്ട്, അവിടെ ഇമ്പോർട്ട്. അതിനകത്ത് എന്ത് ചെയ്യുക, നമ്മുടെ ഫയൽ എവിടെയാണോ നമ്മൾ ഇട്ടിരിക്കുന്നത് ആ ഒരു സെക്ഷനിലോട്ട് പോവാം.
ഫോർ എക്സാമ്പിൾ ഞാൻ ആ ഒരു ഇതിൻ്റെ പാത്തൊന്ന് കോപ്പി ചെയ്തെടുക്കുന്നു. ആ പാത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ പ്ലേസ് ചെയ്യും. ആ വിൻഡോസ് ഓപ്പൺ ചെയ്യും. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ലെയറിലോട്ട് വരാം, നണ്ണ് കൊടുക്കുന്നു, ഒന്നാമത്തെ ലെയർ മാത്രം സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. സോ ആ ഒരു ലെയറിലുള്ള ഓബ്ജക്ട്സുകൾ മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ, നമുക്ക് വരത്തുള്ളൂ. സോ ഇതിൻ്റെ അടിയിൽ എവിടെയോ പോയിരിക്കണം സാധനം. യെസ്, ഇതാണ്ട് ഇരിക്കുന്നത് കണ്ടോ. ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ മാത്രം ഞാൻ എന്ത് ചെയ്യണം, മൂവ് ചെയ്ത് കൊണ്ടുവരാണ് പുറത്തേക്ക്. എന്നിട്ട് അതിനെ എന്ത് ചെയ്യുക, ഐസൊലേറ്റ് ചെയ്യാം. സോ ഇതിപ്പോൾ നമുക്ക് പ്ലാൻ പോലെ ടോപ്പ് എന്നുള്ള ഇതിലാണ് കിടക്കുന്നത്. ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു, റൊട്ടേറ്റ് ചെയ്യാണ്. ആംഗിൾ സ്നാപ്പ് ആക്റ്റീവ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ റൊട്ടേറ്റ് ചെയ്യുന്നു 90 ഡിഗ്രി. ഓക്കെ, നമുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മേലോട്ട് ചെയ്യും. സോ ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്നും എന്ത് കിടക്കുന്ന ഒരു സിംഗിൾ ഓബ്ജക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. എനിക്ക് ഇതിനെ മൂന്നിനെ എന്ത് ചെയ്യണം, സ്പ്ലിറ്റ് ചെയ്യണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, നോർമലി ഇതിൻ്റെ സ്പ്ലിറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സ്പ്ലൈനിലോട്ട് പോവും. ഈ ഒരു സ്പ്ലൈനെ ഫസ്റ്റ് ഈ ഒരു സ്പ്ലൈനെ സെലക്ട് ചെയ്യും. ഓക്കെ, ആ സ്പ്ലൈനെ നമ്മൾ എന്ത് ചെയ്യും, നേരെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഡിറ്റാച്ച് ചെയ്യും. നമുക്കറിയാം ഇവിടെ നമുക്ക് എന്ത് ഓപ്ഷൻ ഉണ്ട്, ഡിറ്റാച്ച് ഓപ്ഷൻ. ഡിറ്റാച്ച് ചെയ്യുന്നു. അത് ഞാൻ കൊടുക്കുന്നു വിൻഡോ ഗ്ലാസ്. സോ WG എന്ന് എൻ്റർ ചെയ്തു. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യാം, ഈ ഒരു ഓബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യണം, ഡിറ്റാച്ച് ചെയ്യണം. സോ അതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഡിറ്റാച്ച് ചെയ്യുന്നു. അതിനെ വിൻഡോ ലീഫാണ്. സോ WL എന്ന് പറഞ്ഞിട്ട് ഡിറ്റാച്ച് ചെയ്യുന്നു. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയി. സോ ഇപ്പോൾ എനിക്ക് മൊത്തം എത്ര ഓബ്ജക്റ്റ് ആയി, 3 ഓബ്ജക്ട്സ് ആയി. മൂന്ന് പാർട്ടായിട്ട് മാറി. ഓക്കെ, ബട്ട് പ്രശ്നം എന്ന് പറയുമ്പോൾ എന്താണ് നോക്കിയാൽ 3 എണ്ണത്തിൻ്റെ യൂസേജ് പോയിന്റ് ഈ ഒരു ഓബ്ജക്റ്റിന്റെ സെൻറ്ററിൽ വന്ന് നിൽക്കുകയാണ്. എനിക്ക് അങ്ങനെ വേണ്ട. എന്താണ്, എനിക്ക് 3 ഓബ്ജക്റ്റുകളുടെയും യൂസേജ് പോയിന്റ് അതാത് ഓബ്ജക്റ്റുകളുടെ സെൻറ്ററിൽ വരണം. സോ നമ്മൾ എന്ത് ചെയ്യും, 3 ഒരുമിച്ച് സെലക്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്യുക, ഇതിലോട്ട് വരിക, എഫക്ട് പോയിട്ട് ഉള്ളിൽ കൊടുക്കുക, സെൻറ്റർ ടു ഓബ്ജക്റ്റ് കൊടുക്കുക. സോ 3 എണ്ണം എന്തായിട്ട് മാറും, 3ൻ്റെ സെൻറ്ററിലോട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് 3 എണ്ണത്തിനെയും എന്താക്കി മാറ്റുക, ഷെല്ല് കൊടുത്ത് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റിനെ സെലക്ട് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം, നേരെ പോകുന്നു, ഷെല്ല് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഷെല്ല് കൊടുത്തു. ഇപ്പോൾ നോക്കിയേക്ക് സെൻറ്റർ ബുലിയൻ ചെയ്യേണ്ട, ഓൾറെഡി ബുലിയൻ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെൻറ്ററിലോട്ട് വരുന്നത്. സോ നമുക്ക് വേണം 10 വേണം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, ഒരു 10 സെൻറ്റിമീറ്റർ കൊടുത്തു ഫ്രെയിമിന്. അതായത് ഞാൻ ഇതിനെ സെലക്ട് ചെയ്യുന്നു, ഇതിനെ ഞാൻ എന്ത് ചെയ്യുന്നു, ഷെല്ല് അപ്ലൈ ചെയ്യുന്നു. ഈ ഷെല്ലിന് ഞാൻ എത്ര കൊടുക്കുന്നു, ഒരു 2 സെൻറ്റിമീറ്റർ മതി. അത് ലീഫാണ്. പിന്നെ ഗ്ലാസ് നമുക്ക് എത്ര മതി, 0.4 mm ഗ്ലാസ് ഒക്കെ ധാരാളമാണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, സിമ്പിളായിട്ട് 0.4 mm കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, വിൻഡോ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഫസ്റ്റ് ഇതിന് എന്ത് ചെയ്യണം, ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. നമ്മൾ സാധാരണ ഇതിനകത്ത് ചെയ്യുന്നത് ഒന്നിൽ കൂടുതൽ, കാരണം സെയിം വിൻഡോ തന്നെ നമ്മൾ ചിലപ്പോൾ ഇതേ ഡ്രോയിങ്സ് നമ്മൾ 10-12 യൂസ് ചെയ്യുന്നുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ഓരോന്നിനെ സെലക്ട് ചെയ്ത് മെറ്റീരിയൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്തു, മെറ്റീരിയൽ എഡിറ്റർ എടുക്കാം. ഓക്കെ, മെറ്റീരിയൽ എഡിറ്റർ വന്നു. സോ അതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഈ ഗ്ലാസ്സിന്റെ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം, ഇപ്പോൾ അലുമിനിയം വിൻഡോയുടെ ഗ്ലാസ്സിനും നമ്മുടെ നോർമൽ വുഡൻ വിൻഡോ ഗ്ലാസ്സിനും സെയിം തന്നെയാണ്. സോ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഗ്ലാസ്സിന് അപ്ലൈ ചെയ്താൽ മതി, ഈ ഗ്ലാസ്സിന് ഒരു കുഴപ്പമില്ല. ഓക്കെ, ഞാൻ എന്നിട്ട് പുതിയൊരു മെറ്റീരിയൽ എടുക്കുന്നു. ഇതിന് മാത്രം എനിക്ക് എന്ത് ചെയ്യണം, വുഡ് വിൻഡോയുടെ ഇത് കൊടുക്കണം. സോ ഞാൻ എന്ത് ചെയ്യുന്നത്, WW ടൈപ്പ് ചെയ്തു, വുഡ് വിൻഡോ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഇതെന്ത് ചെയ്യുക, ഇതിനും അപ്ലൈ ചെയ്യുക, അതേ വുഡൻ വിൻഡോ ഇതിനും അപ്ലൈ ചെയ്യുക. രണ്ടിനും ഒരേ മെറ്റീരിയലാണ്. ഓക്കെ, ഡൺ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനെ കൊണ്ട് പ്ലേസ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഗ്ലാസ്സിനെ ചൂസ് ചെയ്യുന്നു, നമ്മുടെ സ്നാപ്പ് ആക്റ്റീവ് ചെയ്ത് വെക്കുക, ഈ ഒരു കോർണറിലൊന്ന് പിടിക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഒരു കോർണറിൽ പ്ലേസ് ചെയ്യുക. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം, കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു ഫ്രണ്ട് വ്യൂ എടുക്കുകയാണ്, നേരെ വന്നാൽ നമുക്ക് എന്താ കാണാൻ പറ്റും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സൈഡിൽ വെച്ച് നമുക്ക് എന്താ കുറച്ച് ഇതിനൊന്ന് മൂവ് ചെയ്യാം. അതേപോലെ താഴേക്ക് എങ്ങനെ തന്നെയാണ്, കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മൂവ് ചെയ്യാം. ഓക്കെ, അതുപോലെ ടോപ്പ് വ്യൂയിലോട്ട് കൂടെ ഒന്ന് പോകണം, കാരണം ആ ഗ്ലാസ് ഒരു അല്പം ഉള്ളിലായിരിക്കണം. നമുക്കറിയാലോ, നമ്മുടെ സാധാരണ വിൻഡോ നോക്കുമ്പോഴേക്കും വിൻഡോയുടെ കുറച്ചുള്ളിലായിരിക്കും എന്ത് ചെയ്യുക, ഗ്ലാസ് ഇരിക്കുക നോർമലി. സോ ഞാൻ എന്ത് ചെയ്യുന്നു, കുറച്ചൊന്ന് ഉള്ളിലോട്ട് ഇരിക്കുകയാണ്. സോ നമുക്കിപ്പോൾ അത് കാണാനും പറ്റുന്നുണ്ട്. കണ്ടോ, നമുക്ക് എന്ത് ചെയ്യണം, ഇതുപോലെ വരണം. കണ്ടോ, ഗ്ലാസ് എന്ത് ചെയ്യണം, കുറച്ച് ഉള്ളിൽ വേണം ഇരിക്കാൻ. അത് ഓക്കെ. ഇനി എന്ത് ചെയ്യുക, ഇനി ഇതിനെ സെലക്ട് ചെയ്യുക, രണ്ടിനെ ഒരുമിച്ച് എന്ത് ചെയ്യുക, നമുക്ക് മൂവ് ചെയ്യണം. എങ്ങനെ, നമ്മുടെ സ്നാപ്പ് ആക്റ്റീവ് ചെയ്ത് വെച്ചിട്ട് കൊണ്ട് മൂവ് ചെയ്ത് വെക്കുക. സോ എന്തായി, നമ്മുടെ വിൻഡോ സെറ്റായി. ഇനി എന്ത് ചെയ്യുക, ഇതിനെ സെലക്ട് ചെയ്യുക, ഗ്രൂപ്പാക്കി മാറ്റുക, ഗ്രൂപ്പ് കൊടുത്തു, വുഡൻ വിൻഡോ WW എന്ന് കൊടുത്തു, സേവ് ചെയ്തു, അൺഹൈഡ് കൊടുത്തു. എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ കൊണ്ട് പ്ലേസ് ചെയ്യണം.
ഞാൻ എന്ത് ചെയ്യുന്നു, സ്നാപ്പ് ആക്ടിവേറ്റ് വയ്ക്കുന്നു, ഈ ഒരു പോയിന്റ് പിടിച്ചു. നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യത്തെ വിൻഡോ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഒരു കോപ്പിയുടെ എടുക്കാം, ഇവിടെ കൊണ്ടുപോയി കൊടുത്തു, ഈ ഇൻസ്റ്റൻസിൽ എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. ഓക്കെ, ഇതേ വിൻഡോസ് നമുക്ക് എവിടെ കൊണ്ടുവരണം, ഇനി നമുക്ക് കൊണ്ടുവരണം, അതിനെ കോപ്പി എടുത്ത് കൊണ്ടുവന്നു, അതിനുശേഷം എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇനിയിപ്പോൾ എന്ത് ചെയ്യണം, ഇതിനെ ഇവിടെ നിന്ന് സിമ്പിളായിട്ട് മൂവ് ചെയ്ത് എന്ത് ചെയ്യണം, അടുത്ത പൊസിഷനിലേക്ക് കൊണ്ടുപോകണം. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു കോപ്പി കൂടെ എടുക്കുക, ഷിഫ്റ്റിനെ ഹോൾഡ് ചെയ്യുന്നു, സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ട് പ്ലേസ് ചെയ്തു, കോപ്പി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, മേളിൽ കൂടെ ഒരെണ്ണം കൊണ്ട് വെക്കണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, അതേപോലെ ഒന്നുകൂടെ ഷിഫ്റ്റ് ഞാൻ ഹോൾഡ് ചെയ്യാണ്, കോപ്പി എടുത്തു. ഓക്കെ, ഐ തിങ്ക് ഇവിടെ എന്തോ ചെറിയൊരു മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. കാരണം എന്ത് ചെയ്തില്ല, നമ്മളത് തള്ളിയിട്ടില്ല പുറത്തേക്ക്. സോ ഐ തിങ്ക് ഒരു 25 സെന്റിമീറ്റർ ഞാൻ എന്ത് ചെയ്യണം, അതിനൊന്ന് പുറത്തേക്ക് തള്ളണം. സോ ഞാൻ 25 കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് എന്ത് ചെയ്ത് കറക്റ്റ് ആയിട്ട് പോകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സാർ ജോയിൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയൂ സാർ. ഏതിനെ ജോയിൻ ചെയ്യുന്നത്? ഈ വിൻഡോസ് 3 പാർട്ടാക്കിയിട്ട് ഒറ്റയ്ക്ക് ജോയിൻ ചെയ്യില്ലേ? അത് ജസ്റ്റ് മൂവ് ആണ് ചെയ്യുന്നത്, വേറെ ഒന്നും ചെയ്യുന്നില്ല. വേറെ ജോയിൻ അഡീഷണൽ ടൂളൊന്നുമില്ല, ജസ്റ്റ് മൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അല്ല സാർ, അതല്ല 3 പാർട്ടായിട്ട് ഒറ്റ കമ്പൗണ്ട് ആക്കിയില്ലേ? 3 കമ്പൗണ്ട് ഒറ്റ കമ്പൗണ്ട് ആക്കിയില്ലേ? അത് ഗ്രൂപ്പാണ് ചെയ്തത്. ഇവിടെ കണ്ടോ, ഗ്രൂപ്പാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പോ ഇങ്ങനെ ഇരുന്നു. ഇത് എന്താ പറയുന്ന, എന്താ ഉദാഹരണം ഇതിപ്പോ 3 ഓബ്ജക്ട്സ്, ഇപ്പൊ മൂന്ന് ഓബ്ജക്ട്സ് ആണ് കണ്ടോ. ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ മൊത്തമായിട്ട് സെലക്ട് ചെയ്തു, കൺട്രോൾ എ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡ്രാഗ് ചെയ്ത് മൊത്തം സെലക്ട് ചെയ്യാം, ഇവിടെ വരിക, ഗ്രൂപ്പ് കൊടുക്കുക. ഇതിനെയാണ് ഞാൻ എന്ത് ചെയ്ത് WW വെച്ച് ഞാൻ എന്ത് ചെയ്ത് ഗ്രൂപ്പ് ആക്കി സെലക്ട് ചെയ്തത്. ഗ്രൂപ്പ് മാറ്റാൻ എങ്ങനെയാണ് സാർ? ഗ്രൂപ്പ് മാറ്റാൻ പറ്റുമോ? അതേ ഗ്രൂപ്പിലോട്ട് വരിക, അവിടെ അൺഗ്രൂപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഓപ്പൺ ഉണ്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൂപ്പ് റിമൂവ് ആകത്തില്ല. നമുക്ക് എന്ത് ചെയ്യാം, മൂന്ന് പാർട്ടായിട്ട് കിട്ടി നമുക്ക് എഡിറ്റ് ചെയ്യാം. അതല്ല നമുക്ക് ഗ്രൂപ്പ് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇതിനെ അൺഗ്രൂപ്പ് കൊടുക്കുക. സോ ഇപ്പൊ എന്തായി മാറി, ആ ഗ്രൂപ്പ് റിമൂവ് ആയി. ഇപ്പൊ എന്തായി, മൂന്ന് ഓബ്ജക്ട്സ് ആയിട്ട് മാറി. ഹലോ, ഗ്രൂപ്പ് റിമൂവ് ആയി. തിരിച്ച് നമുക്ക് എഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഗ്രൂപ്പ് റിമൂവ് ചെയ്യേണ്ട, പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിനകത്ത് ഓപ്പൺ ഗ്രൂപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് വന്നാൽ നമുക്ക് ഓപ്പൺ ഉണ്ട്. ഓപ്പണിനകത്ത് നമുക്ക് എന്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. കണ്ടോ, ഇപ്പൊ ഗ്രൂപ്പ് റിമൂവ് ആയിട്ടില്ല. എങ്ങനെ നോക്കി നമുക്ക് ആ ഒരു ബോർഡർ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ ഗ്രൂപ്പ് റിമൂവ്ഡ് അല്ല. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്താൽ മതി, ഗ്രൂപ്പ് ക്ലോസ് ചെയ്താൽ മതി. അല്ല, നമുക്ക് എന്ത് ചെയ്യാം, അത് സിംഗിൾ ഗ്രൂപ്പ് ആയിട്ട് കിട്ടും, സിംഗിൾ ഓബ്ജക്റ്റ് ആയിട്ട് കിട്ടും. മൊത്തം റൊട്ടേറ്റ് ആയിട്ട് മാറും. ഓക്കെ, കുഴപ്പമില്ല. എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നേന്ന് കൊണ്ടൊന്ന് പ്ലേസ് ചെയ്യണം. എല്ലാം റൊട്ടേറ്റ് ആയിട്ട് മാറും, കുഴപ്പമില്ല. അത് കുഴപ്പമില്ല, അങ്ങനെ ഇല്ല, ഇത് ലിമിറ്റേഷൻ ഉണ്ട്. ലിമിറ്റേഷൻ കഴിഞ്ഞ പിന്നെ എന്താ അണ്ടി പോകത്തില്ല. അത് കുഴപ്പമില്ല, നോർമലി അങ്ങനെ വരും. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ജസ്റ്റ് ഒന്ന് മൊത്തം ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നൊന്ന് ചെയ്യാം. വിൻഡോന്റെ ഫിഗർ ഒന്ന് അയച്ചുതരാം സാർ. വിൻഡോന്റെ 3 പാർട്ട് അത് കാറ്റ് ഫയലാണ്, കാറ്റ് ഫയൽ ഞാൻ അയച്ചത്. ഓക്കെ സാർ, അയച്ചു മതി. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ വീഡിയോ ഡൗൺലോഡ് ചെയ്യണ്ടേ? കേട്ടില്ല, എന്താണ്
മനസ്സിലായില്ല. ചെയ്യണ്ട വീര സോഫ്റ്റ്വെയർ ഇത് ചെയ്യണം. സാറൊരു വീഡിയോ ചാനൽ കണ്ടായിരുന്നു വീഡിയോ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാന്ന്. അത് നോക്കി ശരിയാ. അത് ഞാൻ അതുമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. സാർ ചാനൽ ഇട്ടായിരുന്നു ഒരു വീഡിയോ. അതെ അത് ഇതിനു വേണ്ടിട്ട് ചെയ്തതാണ്. വീര ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിട്ട് ചെയ്താണ്. അത് നോക്കിട്ട് ചെയ്താലും മതി. അതിനാണ്. പക്ഷെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, അത് ഏകദേശം 7 GB അത് ഡൗൺലോഡ് ചെയ്യാനുണ്ട്. എന്ത് ചെയ്യേണ്ടി വരും? ഡൗൺലോഡ് ചെയ്യേണ്ടി വരും വീഡിയോ. മനസ്സിലായോ? ഞാൻ പറഞ്ഞല്ലോ, രോഹിത്തിന്റെ ഫ്രണ്ടിന്റെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. സോ അവിടെ എവിടെയെങ്കിലും പോയി എന്ത് ചെയ്യണം? ഒന്ന് ഡൗൺലോഡ് ചെയ്യണം. സോ അതിന്റെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അതാണ് പറഞ്ഞത്. അതിനല്ല ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ആ വീഡിയോ ജസ്റ്റ് നോക്കിയാൽ മതി. നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. കേട്ടില്ല? ഇൻസ്റ്റാൾ ചെയ്യുമ്പോ അപ്പൊ എത്ര നെറ്റ് വേണം? അത് 8 GB സംതിങ് എന്തോ ഉണ്ട്. ഇപ്പൊ വീണ്ടും അവർ അപ്ഗ്രേഡ് ചെയ്ത് വീണ്ടും കൂട്ടിയോ എന്ന് അറിയത്തില്ല. അതെ. അതായത് നമുക്ക് മറ്റേ ഇതുണ്ടെങ്കിൽ മറ്റേ ലാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? അത് നടക്കത്തുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. ലാൻഡ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ചെയ്യാൻ പറ്റും. സോ അവിടെ ഇരുന്നിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അത് ചെയ്യണം. ഇല്ല, ഞാൻ കണ്ടു. ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് വെച്ചിട്ടുണ്ട്. ഓക്കെയാണ്. നമുക്ക് എന്ത് ചെയ്യണം? അത് മൊത്തമായിട്ട് മറ്റേ മെറ്റീരിയൽസ് ഇൻക്ലൂഡിങ് മെറ്റീരിയൽസ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് മൊത്തമായിട്ട് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ. അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്തു. ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്ലൈ ചെയ്യുന്നു. 0.4 അപ്ലൈ ചെയ്തു. അതിനുശേഷം നമ്മുടെ മെറ്റീരിയൽ എടുക്കുക. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഗ്ലാസ് മെറ്റീരിയൽ ഇതിന് അപ്ലൈ ചെയ്തു. വുഡൻ മെറ്റീരിയൽ 1. അതിനുശേഷം എന്ത് ചെയ്തെടുക്കുക? ജസ്റ്റ് ഇതിനെ മൂവ് ചെയ്യുക. ഫ്രണ്ട് വ്യൂയിലോട്ട് നോക്കുക. ടോപ്പിലോട്ടൊന്ന് പോയിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കുറച്ചൊന്ന് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? സൈഡിലോട്ട് പോകുന്നു. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? മൊത്തം സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. ഹൈഡ്. ഇനി നമുക്ക് ഞാൻ സിമ്പിളായിട്ട് ഇതിനെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഓക്കെ.
സോ നമ്മൾ എന്ത് ചെയ്തു, സിമ്പിളായിട്ട് വിൻഡോസും ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്, നമുക്ക് എന്ത് ചെയ്യണം, ഡോർ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോർ ഇതാണ്. സോ ഇതെനിക്ക് വേണ്ട, കാരണം നമുക്ക് അവിടെ എന്ത് വരുന്നുണ്ട്, ഓൾറെഡി നമ്മൾ ബേസ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബേസ്മെന്റ് ഇവിടെ എനിക്ക് എന്ത് ചെയ്യണം, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഡോർ ക്രിയേറ്റ് ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞു ഡോർ നമുക്ക് ഓൾറെഡി നമുക്ക് എന്ത് കിട്ടും, ഇന്റർനെറ്റിനകത്ത് ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. ഓക്കെ, ബട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഡൗൺലോഡ് ചെയ്യേണ്ട. നോർമലി ഞാൻ ഡോർ യൂസ് ചെയ്യുന്നത് കൂടുതൽ ഇമേജസ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇമേജസിൽ തന്നെ നമുക്ക് ആക്ച്വലി എന്ത് കിട്ടും, നമുക്ക് കുറച്ച് നല്ല ഒരു റിയലിസ്റ്റിക് റിസൾട്ട് കിട്ടും. പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ചുമ്മാ നമ്മൾ ഡോർ ഡൗൺലോഡ് ചെയ്യേണ്ട, അത് 3D ഒബ്ജക്ട്സ് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം 3D ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും, ബട്ട് എന്തായിരിക്കും, ഹെവി ആയിരിക്കും. ഡിസൈനൊക്കെ ഒരുപാട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെവി ആയിരിക്കും. സോ ഞാൻ നോർമലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഞാൻ എന്ത് ചെയ്യും, ഒരു ബോക്സ് എടുത്ത് അതിൻ്റെ സൈസിലുള്ള ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇതാണ് ബോക്സിലോട്ട് വരികയാണ്. ഇനി ഇതിനെന്ത് ചെയ്യുക, കുറച്ചൊന്ന് കൺവേർട്ട് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ കൺവേർട്ട് എഡിറ്റബിൾ പോലെയാക്കി, അതിനുശേഷം ഫേസ് സെലക്ട് ചെയ്യുക, ഇൻസൈഡ് ഫേസ് സെലക്ട് ചെയ്തു. അതിനെന്ത് കൊടുക്കുക, ഫസ്റ്റ് ഇൻസെർട്ട് ചെയ്യുക. ഒരു 7 സെൻറ്റിമീറ്റർ നമുക്ക് എന്ത് ചെയ്യാം, ഇൻസെർട്ട് കൊടുക്കാം. അതിനുശേഷം അതിന് എന്ത് ചെയ്യുക, എക്സ്ട്രൂഡ് ചെയ്യുക. നമുക്കറിയാം നോർമൽ നമ്മുടെ ഡോറിൻ്റെ വിട്ട് വന്നിട്ട് 1 ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം ഒരു 3 സെൻറ്റിമീറ്റർ ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ -7 എടുക്കുന്നു. ഓക്കെ, ഇത്രയും 7 കൊടുക്കും. ഇനി പ്രശ്നം എന്ന് പറയുമ്പോഴേക്കും ഇതും ഇപ്പം നമ്മുടെ 210-ന്റെ ഉള്ളിലേക്കാണ്, അതായത് നമ്മുടെ ഫ്ലോർ ലെവലിന്റെ മേളിലോട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് കടന്നു നിൽക്കുന്നത്. സോ ഇതിനെ ഒന്ന് താഴോട്ടേക്ക് കൊണ്ടുപോകണം. സോ ഞാൻ അത്രയും സെലക്ട് ചെയ്തിട്ട് ഞാൻ എന്ത് കൊടുക്കുന്നു, ഒരു -10 കൊടുക്കുകയാണ്, -10. സോ താഴേക്ക്. ഇനി നമുക്ക് ജസ്റ്റ് അൺഹൈഡ് ഔട്ട് ചെയ്ത് നോക്കാം. ഉണ്ടോ, പെർഫെക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ നമുക്കിപ്പോൾ അവിടെ എന്ത് വന്നു, നമ്മുടെ ഡോർ വന്നു. സോ ഞാൻ അതിനെന്ത് ചെയ്യണം, കുറച്ച് നമുക്കറിയാം നോർമലി നമ്മുടെ ഡോറിൻ്റെ ഇതിൽ ചെറിയതായിട്ട് തന്നെ കയറി നിൽക്കും. ആ രീതിയിൽ എന്ത് ചെയ്യും, ഡോർ വെച്ചു. ഓക്കെ, ഡോറിൻ്റെ മെറ്റീരിയലും കാര്യമെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, മെറ്റീരിയൽ സെക്ഷനിലോട്ട് വരുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? സാർ -10 എന്തിനാ വെക്കുന്നത്? -10 അല്ല, -10 എന്തിനാ ചെയ്തത്? -10 താഴോട്ട്. ഇപ്പൊ നോക്കി എന്റെ ഡോർ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ അത് എന്തിനാ ചെയ്തത്? അതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നോർമലി ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെയാണ് ഡോർ വെച്ചിരിക്കുന്നത്. ഞാനിപ്പോ താഴെ എന്ത് കൊടുത്തു, -10 കൊടുത്തു. ഞാനിപ്പോ -10 കൊടുത്തില്ല എന്ന് വിചാരിക്കാം. കണ്ടോ, ഇവിടെ ഇപ്പൊ എന്ത് വന്നു, ആ ഒരു 10 സെന്റ് പ്രൊജക്ട് ചെയ്ത് മേളിൽ നിൽക്കും. മനസ്സിലായോ? കണ്ടോ, ആ ഒരു 10 സെന്റിമീറ്ററിന്റെ ഇത് മേളിലേക്ക് കയറി നിൽക്കും. നമ്മുടെ ആ ഫ്ലോറിന് മേളിലേക്ക്. നമ്മളിപ്പോ ഇത് ലീഫാണ്, ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ എന്തായിട്ട് നിൽക്കും, 10 സെന്റ് മേളിൽ നിൽക്കും കട്ടള പോലെ. സോ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്, -10 കൊടുത്തത്. കേട്ടില്ല? എന്താ പറഞ്ഞേ? ഹലോ മനസ്സിലായി. സോ അത് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാൻ എന്ത് ചെയ്തത്, -10 കൊടുത്തത്. -10 കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ അകത്ത് നമ്മള് ഫേസ് സെലക്ട് ചെയ്യുമ്പോൾ സാർ ഇപ്പം ഇൻസൈഡ് ചെയ്ത് അകത്ത് ഫേസ് എക്സ്ട്രൂഡ് ചെയ്തു, ആ അകത്ത് ഫേസ് നമുക്ക് കളർ മാറ്റാൻ പറ്റുമോ? ഇതെല്ലാം നമുക്ക് ഇപ്പൊ മാറ്റും. ഇത് നമ്മൾ ഇതല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഡോർ ഇതല്ല, നമ്മുടെ റിസൾട്ട് ഇതല്ല വരുന്നത്. നമ്മുടെ റിസൾട്ട് വേറെയാണ്. നമ്മുടെ റിസൾട്ട് വരുമ്പോഴേക്കും ഇത് യഥാർത്ഥ ഡോറായിട്ട് മാറും. മനസ്സിലായില്ലേ? ഡോറിന്റെ ഇമേജ് നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും, മെറ്റീരിയൽ ആയിട്ട് യൂസ് ചെയ്യും. നമുക്കത് കളർ മാറ്റാൻ പറ്റൂല. നമ്മൾ എക്സ്ട്രൂഡ് ചെയ്ത കാര്യങ്ങൾ അതിന്റെ അകത്ത് എക്സ്ട്രൂഡ് ചെയ്തില്ല, അപ്പൊ അതിന്റെ കളർ മാറ്റാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്, ഇതെല്ലാം മാറും. കളർ മാറ്റാൻ നമുക്ക് എല്ലാം ചെയ്യാം. ആക്ച്വലി നമ്മളിത് ഇപ്പൊ കളർ അല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ഡോറിന്റെ മെറ്റീരിയലാണ്, ഇമേജ് മെറ്റീരിയലാണ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നത്, ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ആ മെറ്റീരിയൽ ലെറ്ററിലോട്ട് പോകാത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, അത് മാറ്റി വെക്കുന്നത്. ഞാനിപ്പോ ഇതിന് നോർമലി എന്ത് ചെയ്യും, മെറ്റീരിയൽ ലെറ്ററിലോട്ട് മാറ്റും. അപ്പൊ മനസ്സിലായില്ലേ? സോ നമ്മൾ ആ ഒരു സെക്ഷനിലോട്ട് എത്താത്തത് കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, അത് പറഞ്ഞു തരാത്തത്. നിങ്ങളിപ്പോൾ ഇതിലോട്ട് വന്നില്ലല്ലോ. സോ ഇതിലോട്ട് വരാതെ ഞാൻ എന്തെങ്കിലും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂസ് ആവും. ഓക്കെ, സോ അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, തൽക്കാലം അങ്ങനെ വെച്ചിരിക്കുന്നത്. മെറ്റീരിയൽ ലെറ്ററിലോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഇതിനെ നമ്മൾ ഡോറാക്കി മാറ്റും. കളറാക്കിയല്ല, ഡോറാക്കി മാറ്റും. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഇതുവരെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ ഇനി എക്സ്റ്റേണൽ ക്രിയേഷൻസ് ആണ്.
ഇന്ത്യൻ ബിൽഡിങ്ങിന്റെ ക്രിയേഷൻസ് മൊത്തം നമ്മൾ എന്ത് ചെയ്തു, ക്ലിയർ ചെയ്തു. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ് നമ്മളിപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നത്, ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഇതിനെ എന്താക്കി മാറ്റണം, തിരിച്ച് എന്താ പറയുന്ന എനിക്കിനിപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ, സോ ഇതിനെ മൊത്തം ഞാൻ ഒന്ന് സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് തൽക്കാലം ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ഗ്രൂപ്പ് ആക്കി വെക്കുന്നു. ഓക്കെ, ആ ബിൽഡിംഗ് മാത്രം, കാരണം പിന്നീട് നമ്മൾ എന്തെങ്കിലും സെലക്ട് ചെയ്യുമ്പോഴോ എഡിറ്റ് ചെയ്യുമ്പോഴോ എന്തെങ്കിലും പ്രശ്നം വരട്ടെ. ടോപ്പ് വ്യൂയിലോട്ട് വന്നു. ഇനിയിപ്പോൾ ഫസ്റ്റ് എനിക്ക് എന്ത് ചെയ്യണം, എൻ്റെ ഗ്രൗണ്ട് ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്നു, നോർമൽ പ്ലെയിൻ എടുക്കുന്നു, എൻ്റെ ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് അതിൻ്റെ സെഗ്മെന്റ്സ് ഒന്നും നമുക്ക് വേണ്ട, സെഗ്മെന്റ്സ് എല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിനെ കൺവേർട്ട് എഡിറ്റബിൾ പോളി ആക്കി. എന്നിട്ട് എനിക്ക് ഇതേ സാധനം ഒരു കോപ്പിയുടെ വേണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കോപ്പിയുടെ എടുക്കുന്നു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ ഒരു പോർഷൻ എന്തായിട്ട് വേണം, ഗ്രാസ് വരണം. ഈ ഒരു പോർഷൻ എനിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഇന്റർലോക്ക് വരണം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, 2 എണ്ണം എടുത്തത്. പക്ഷെ എനിക്ക് ഇത്രയും വേണ്ട, കുറച്ച് മതി. പക്ഷെ ഞാൻ അതിന് എന്ത് ചെയ്യുന്നു, കുറച്ചുണ്ട്, എനിക്ക് ഇത്രയും മതി ഗ്രാസ്. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം, നോർമൽ ഇതിലോട്ട് വരാം. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നാണ് കണ്ടോ, നമ്മുടെ 45 താഴെയാണ് പോയിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബിൽഡിംഗ് സെലക്ട് ചെയ്യുക, എന്ത് കൊടുക്കുക, ജസ്റ്റ് മൂവ് ചെയ്യുക മേളിലേക്ക്. 45 സെന്റിമീറ്ററിന്റെ മേളിലേക്ക് കൊണ്ടുവരിക. സോ എങ്കിലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, നമ്മുടെ പ്രോപ്പറായിട്ട് എല്ലാം മേലോട്ട് വരത്തുള്ളൂ. ഓക്കെ ഓക്കെ, ഈ സാധനം നമുക്ക് എന്താണ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. സോ ഇതിനൊന്ന് റൊട്ടേറ്റ് ചെയ്താണ് നമുക്ക് വരുന്നത്. ഞാൻ അതിന് എന്ത് ചെയ്യുന്നു, ഒന്ന് റൊട്ടേറ്റ് ചെയ്യാണ്. ഇതിനെന്ത് ചെയ്യാം, കുറച്ചൊന്ന് നോക്കുക. അതിൽ ബാക്കിൽ നമുക്ക് ഇത്രയും വേണ്ട, കുറച്ച് മതി. ബാക്കിൽ നമുക്ക് കോമ്പൗണ്ടുകൾ ഓൾമോസ്റ്റ് ചേർന്ന് വരുന്ന രീതിയിൽ. ഇതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്, നമ്മുടെ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്ത് കോമ്പൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണം. കോമ്പൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്ന വേണ്ടിയിട്ട് നോർമലി നമ്മുടെ ലൈനാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ എന്ത് ചെയ്തു, ലൈൻ എടുത്തു. ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മൾ ആക്ച്വലി ഫ്രണ്ട് ക്രിയേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ 3 സൈഡ് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, ഫ്രണ്ട് ഗേറ്റ് അങ്ങനെയുള്ള സംഭവം നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ക്രിയേറ്റ് ചെയ്യുന്നില്ല. ഞാൻ ലൈൻ ക്രിയേറ്റ് ചെയ്തു. ലൈൻ്റെ പ്രോപ്പർട്ടീസിലോട്ട് വരാം നമുക്ക്. എന്നിട്ട് നോർമലി നമ്മുടെ റെക്ടാങ്കുലർ ആണ് നമ്മുടെ എന്ത് പറയുന്നത്, നമ്മുടെ കോമ്പൗണ്ട് വാൾ എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ് കോമ്പൗണ്ട് വാളിന്റെ തിക്നെസ് എന്ന് പറയുന്നത്. അതിന്റെ ഹൈറ്റ് വന്നിട്ട് 1.6 കൊടുക്കാം നമുക്ക്. ഓക്കെ, സോ ഇവിടെ 20, ഇവിടെ 160. ഓക്കെ, സോ 160 ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പകുതി താഴെയും പകുതി മേളിലോട്ടാണ് പോയിരിക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മേളിലേക്ക് കൊണ്ടുവരണം. ഇസഡിലോട്ട് വന്നു, ഒരു 80 സെന്റ് ഞാൻ എന്ത് ചെയ്യുന്നു, മേളിലേക്ക് കൊണ്ടുവരും. അപ്പോൾ നോക്കിയാൽ നമുക്ക് എന്താവും, കറക്റ്റ് ആ ഒരു ലെവലിൽ വരും. ഓക്കെ, സോ നമുക്ക് എന്തായാലും നമ്മുടെ കോമ്പൗണ്ട് വാളായി. പിന്നെ എനിക്ക് എന്ത് ചെയ്യണം, കോമ്പൗണ്ട് പോസ്റ്റ് ഉണ്ടാക്കണം. നമുക്കറിയാം, നമ്മൾ നാട്ടിലൊക്കെ നമുക്ക് നല്ല ലെങ്ത്തിൽ കോമ്പൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ മെയിൻ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യും. സോ ആ ഒരു പോസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യുന്ന, ടോപ്പ് വ്യൂയിലോട്ട് വന്നു. ഇവിടെ ഞാൻ എന്ത് ചെയ്യണം, ഒരു ബോക്സ് വെച്ച് ഞാൻ എന്ത് ചെയ്യുന്നു, കോമ്പൗണ്ട് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് ഞാൻ അതിന് എന്ത് ചെയ്യുന്നു, അതിനെ മാത്രം ഞാൻ ഐസൊലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രോപ്പർട്ടീസ് നോക്കാം. അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്ത് അത്രേ ഉള്ളൂ, പ്രോപ്പർ സൈസിലോടും അല്ല, ഒരു ബോക്സ് ക്രിയേറ്റ് ചെയ്യും. നമ്മളിപ്പോൾ കോമ്പൗണ്ട് വാളിൻ്റെ തിക്നെസ് കൊടുത്ത് 20 സെന്റിമീറ്റർ ആണ്. സോ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ഇതിന് ഞാൻ കൊടുക്കുന്നു 30/30. ഓക്കെ, അതേപോലെ പോസ്റ്റിന്റെ ഹൈറ്റ് ഞാൻ കൊടുക്കുന്നു. നമ്മൾ കോമ്പൗണ്ട് വാളിന്റെ ഹൈറ്റ് കൊടുത്തത് 160 ആണ്. ഞാൻ പോസ്റ്റിന്റെ ഹൈറ്റ് കൊടുക്കുമ്പോൾ 180 കൊടുക്കുന്നു. ഓക്കെ, 180 നമുക്ക് എൻ്റെ പോസ്റ്റ് കിട്ടും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കൺവേർട്ട് എഡിറ്റബിൾ പോലെയാക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇനിയിപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം, എല്ലാത്തിനും ഒന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനെ ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്യാണ്. ഫസ്റ്റ് ഞാൻ എന്തെങ്കിലും ഇൻസെർട്ട് കൊടുക്കുന്നു, ഒരു 2 സെന്റിമീറ്റർ ഇൻസെർട്ട് കൊടുക്കണം. അത് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ എക്സ്ട്രൂഡ് ചെയ്യാണ്. എക്സ്ട്രൂഡ് ബിവലോ ചെയ്യാം. ബിവലാകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് എളുപ്പമായിരിക്കും. ഞാൻ എന്തെങ്കിലും സിമ്പിളായിട്ടൊന്ന് ബിവല് ചെയ്യുന്നു, കോമ്പൗണ്ട് വാൾ ഷീറ്റ്. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്തു, അതിന് ബിവലേജ് എടുത്തു. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു 4 സൈഡ് ഞാൻ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യാം. ഓക്കെ,
അത് ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഞാനൊന്ന് ഇൻസെർട്ട് ചെയ്യണം. ഫസ്റ്റ് 2 സെന്റിമീറ്റർ ബൈ പോളിഗൺ ആണ് ചെയ്യുന്നത്. സോ 4 പോളിഗണും ഇൻഡിവിജ്വൽ ആയിട്ട് എന്ത് ചെയ്യും, ഇത് ചെയ്ത് വരും. ഇൻസെർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ്ട്രൂഡ് കൊടുക്കുന്നു, -2. അതിനുശേഷം അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സോറി അല്ലെ -2 വേണ്ട, നമുക്ക് -1 മതി. കാരണം അല്ലെങ്കിൽ നമുക്ക് ചില സമയങ്ങളിൽ കോമ്പൗണ്ട് വാളിന്റെ ഇൻസൈഡ് കയറി പോകും. -1 കൊടുത്തു. അഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു, ഇൻസെർട്ട് കൊടുക്കുന്നു, ഇൻസെർട്ട് എടുത്തു 2 സെന്റിമീറ്റർ. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, അഗെയിൻ എക്സ്ട്രൂഡ് കൊടുക്കുന്നു, -1. ബട്ട് ഐ തിങ്ക് ഒരിടത്തെ ആയിട്ടുള്ളൂ അല്ലേ, കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും ഇത് 3 നമുക്ക് എന്ത് ചെയ്യാം, അതുപോലെ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ മാത്രമേ ഇപ്പോൾ ക്രിയേറ്റ് ആയിട്ടുള്ളൂ. ഇത് 3 ഞാൻ എന്ത് ചെയ്യുന്നു, അതുപോലെ സെലക്ട് ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എന്താ ഒന്നുകൂടെ ഇൻസെർട്ട് കൊടുക്കാം, 2 സെന്റിമീറ്റർ. ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രൂഡ് ചെയ്യാം. ബട്ട് ഇനിയിപ്പോൾ എൻ്റെ ഇതെന്ന് പറയുമ്പോഴേക്കും എനിക്ക് എന്ത് ചെയ്യണം, മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. കാരണം നമുക്ക് ഇതേ ഒരേ പോസ്റ്റ് നമ്മൾ ചിലപ്പോൾ 10-30 കോപ്പി എടുക്കുന്നുണ്ട്. സോ എനിക്ക് എന്ത് ചെയ്യണം, ഇതിനെല്ലാത്തിനും എനിക്ക് മെറ്റീരിയൽ അപ്ലൈ ചെയ്യണം. ഞാൻ എൻ്റെ മെറ്റീരിയൽ എഡിറ്റർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ ഫസ്റ്റ് ഞാൻ ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അത് ആക്ച്വലി എനിക്ക് ഇൻസൈഡ് കൊടുക്കേണ്ട സെപ്പറേറ്റ് കളറാണ് കൊടുക്കേണ്ടത്. കളറോ അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയലാണ് കൊടുക്കേണ്ടത്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, CD എന്നും പറഞ്ഞ് കൊടുക്കുന്നു, കോമ്പൗണ്ട് വാൾ ഡിസൈൻ എന്നും പറഞ്ഞിട്ട് ഞാൻ ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്തു. അതിനുശേഷം ബാക്കി എല്ലാത്തിനും കൂടെ കോമൺ ആയിട്ടൊരു കളർ. ഓക്കെ, സോ നോർമലി എനിക്ക് എന്ത് മതി, വൈറ്റ് കളർ മതി. സോ ഞാൻ ബാക്കി എല്ലാത്തും ഞാൻ എന്തിനു കൊടുക്കുന്നു, വോൾ വെയിറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, WW. വോൾ വെയിറ്റ് കളറാണ്. സോ ഈ വോൾ വെയിറ്റ് കളർ ആയിരിക്കും നമ്മളിപ്പോൾ വീടിൻ്റെ കളർ യൂസ് ചെയ്തിരുന്നാലും സെയിം വോൾ വെയിറ്റ് കളർ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ എനിക്ക് എൻ്റെ കോമ്പൗണ്ട് വാളിൻ്റെ ഇത് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇനി നമുക്കറിയാം കോമ്പൗണ്ട് വാളിനകത്ത് നമുക്ക് എന്ത് വരുന്നുണ്ട്, ലൈറ്റ്സ് വരുന്നുണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പിൽ ലൈറ്റ് ക്രിയേറ്റ് ചെയ്യണം. സോ ലൈറ്റ് ആക്ച്വലി നമുക്ക് ബൈ ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് ലൈറ്റ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി വേറെ നമുക്ക് എന്ത് തരുന്നുണ്ട്, ഒരു ലൈറ്റ് ഓപ്ഷൻ തരുന്നുണ്ട്. ഓക്കെ, സോ ആ ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ലൈറ്റും ക്രിയേറ്റ് ചെയ്യാം. ബൈ ഡീഫോൾട്ട് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് ഒരു ലൈറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് തൽക്കാലം ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നത്, ബൈ ഡീഫോൾട്ട് ആയിട്ട് ഒരു ലൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നോർമലി നമ്മുടെ ഒരു എന്താ പറയുന്നത്, ഒരു നോർമൽ ഒരു ലൈൻ എടുക്കുകയാണ്. ഞാനൊരു ഫ്രണ്ട് വ്യൂയിലോട്ട് വന്നു, നോർമൽ ഒരു ലൈൻ ടൂൾ എടുത്തു, ലൈൻ എടുത്തു. ടോപ്പിലോട്ട് വരാം. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെന്ത് ചെയ്യാം, നേരെ നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൊണ്ടുപോകാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിനെന്ത് ചെയ്യുക, എനിക്ക് റെക്റ്റാങ്കുലർ റേഡിയലായിട്ടാണ് മാറ്റേണ്ടത്. റേഡിയലായിട്ട് മാറ്റി ഇത് ഞാനൊരു 7 സെൻറ്റിമീറ്റർ കൊടുക്കണം. 7 ചെറുതാണ്. ഓക്കെ, ഒരു 12 സെൻറ്റിമീറ്റർ കൊടുക്കാം. ഓക്കെ, അതേപോലെ എൻ്റെ സൈഡ് ഞാനൊന്ന് ഇൻക്രീസ് ചെയ്യാൻ, എനിക്ക് പ്രോപ്പറായിട്ട് എന്താണ് കർവ്ഡായിട്ട് വരണം. ഞാനൊരു 25 കൊടുക്കുകയാണ്, പെർഫെക്റ്റ്ലി ഒരു സർക്കിൾ ഷേപ്പിൽ വരുന്നത്. ഓക്കെ, ഇതായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും ഞാൻ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ഞാൻ സ്ഫിയർ എടുക്കുകയാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, സ്ഫിയർ വെച്ച് ഒരു ലൈറ്റ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുക, എൻ്റെ ഫ്രണ്ട് വ്യൂയിലോട്ടൊന്ന് വരിക. നമുക്കിതെൻ്റെ താഴെ ഇരിക്കുന്നുണ്ട്, ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാം, മേലോട്ട് കൊണ്ടുവരിക. ഓക്കെ, ഇത് ഞാൻ സെലക്ട് ചെയ്യുന്നു, രണ്ടിനെ ഞാൻ എന്ത് ചെയ്യുന്നു, താഴേക്ക്. അപ്പോൾ ഒന്ന് നോക്കാം, ഉണ്ടോ, നമുക്ക് ഇങ്ങനെ വരും. അതിൽ ഇത് നമുക്ക് എന്താണ്, ലൈറ്റ് ആണ്, ഇത് നമുക്ക് ആ ലൈറ്റ് ബേസ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, നോർമൽ മെറ്റീരിയൽ എടുക്കുന്നു. എന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു മെറ്റീരിയൽ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് അപ്ലൈ ചെയ്യുന്നു. എന്നാൽ ഞാൻ ആ ഒരു മെറ്റീരിയലിന് പേര് കൊടുക്കുന്നു LB, അത് ലൈറ്റ് ബേസ് ആണ്. ഓക്കെ, അന്നേരം മറ്റൊരു ലൈറ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് അപ്ലൈ ചെയ്യുന്നു. ഇത് ഞാൻ കൊടുക്കുന്നു CL എന്ന് പറഞ്ഞ് കൊടുക്കുന്നു, കോമ്പൗണ്ട് വാൾ ലൈറ്റ് ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, CL എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. സോ എന്തായി, എൻ്റെ നോർമൽ ക്രിയേഷൻസ് കംപ്ലീറ്റ്. ഞാൻ ഇനി എന്ത് ചെയ്യുന്നു, ഇതിനെ മൊത്തമായിട്ട് സെലക്ട് ചെയ്യുക, ഗ്രൂപ്പ് ആക്കാം. ഞാൻ എന്ത് ചെയ്യുന്നു, അതിനെ ഗ്രൂപ്പ് ആക്കി. കോമ്പൗണ്ട് വാൾ പോസ്റ്റ് ആണ്, ഞാൻ എന്ത് ചെയ്യുന്നു, CP എന്ന് പറഞ്ഞ് കൊടുത്തു, ക്യാൻ ക്ലോസ് ചെയ്തു, അൺഹൈഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നോർമലി നമ്മുടെ ആ ഒരു കോമ്പൗണ്ട് വാൾ അത് മാത്രം ചൂസ് ചെയ്യാം, ടോപ്പ് വ്യൂ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, നേരെ ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. സോ ഇതിനകത്ത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിൽ ഒരു വഴിയുണ്ട്. എന്തെന്ന് പറയുന്നത്, നേരത്തെ നമ്മൾ മറ്റേ എന്താ പറയുക, ഷിഫ്റ്റ് I യൂസ് ചെയ്ത് നമ്മൾ സ്പേസിംഗ് ടൂൾ യൂസ് ചെയ്തു അല്ലേ.
സോ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് എന്ത് ചെയ്ത് വെക്കാം, കോപ്പി ചെയ്ത് വെക്കാം. ബട്ട് ഞാൻ നോർമലി സ്പേസിംഗ് ടൂൾ യൂസ് ചെയ്യാറില്ല. നോർമലി ഞാൻ ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇതിനെ ചെയ്തുകൊണ്ട് വെക്കാറാണ് പതിവ്. ഓക്കെ, സാധാരണ ഞാൻ ഇപ്പോഴും ഇവിടെ ബൈ ഡിഫോൾട്ട് ആയിട്ട് കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. സോ നമുക്കിത് ഓൾമോസ്റ്റ് 3 മീറ്റർ അല്ലെങ്കിൽ 4 മീറ്റർ സ്പേസിലാണ് നമുക്ക് എന്തെങ്കിലും ഇത് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ അതിനുവേണ്ടി ഞാൻ എന്തെങ്കിലും റെഫറൻസ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാണ്. ആ ബോക്സ് നമുക്ക് എന്ത് കൊടുക്കാം, ഒരു ലെങ്ത് കൊടുക്കാം, ഒരു 3.5 ഞാൻ ലെങ്ത് കൊടുക്കുകയാണ്. ഓക്കെ, സെൻറ്റർ ടു സെൻറ്റർ ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ഇനി എന്ത് ചെയ്യുക, ഇതിന് അല്ലെങ്കിൽ ഇതിന് നമുക്ക് വീണ്ടും ഒരു 3.5 കൂടെ കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു 3.5 കൊടുക്കുന്നു. സോ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടേക്കുള്ള കോപ്പിയും ഇത് യൂസ് ചെയ്ത് തന്നെ ചെയ്യാം. ഓക്കെ, ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഇതിനെ സെലക്ട് ചെയ്തിട്ട് നേരെ കോപ്പി, ഫസ്റ്റ് കോപ്പി ഉണ്ട് ഇവിടെ കൊണ്ടുവയ്ക്കുകയാണ്. ഇൻസ്റ്റൻസ് ഇവിടെ ഞാൻ കൊടുക്കുന്ന ഒരു 15 നോക്കാം. നമുക്ക് കണ്ടോ, ഓൾമോസ്റ്റ് ഇങ്ങനെ വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ബാക്കിയെടുത്ത് ഡിലീറ്റ് ചെയ്ത് കളയാം. ഇനി എനിക്ക് എന്ത് ചെയ്യണം, ഇതേ സാധനത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, ഒന്നുകൂടെ കോപ്പി എടുക്കുന്നു, 350 കൊണ്ട് വീണ്ടും ഞാൻ എന്ത് ചെയ്യുന്നു വെക്കുന്നു. ഞാൻ എന്ത് ചെയ്യുന്നു, അവിടെ കൊടുക്കുന്നു ഒരു 10. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെ എന്ത് ചെയ്യുന്നു, ഡിലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, താഴെയുള്ള അതേ ലെങ്ത് സാധനം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്തെടുക്കാം അല്ലേ. ഇതിനെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നോർമൽ കോപ്പി ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇവിടെ കൊണ്ടുവരും. ഞാൻ എന്ത് ചെയ്യുന്നു, മൊത്തമായിട്ടൊന്ന് ഡൗൺ ആക്കി ഈ ഇതിൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ക്ലിയർ ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് എനിക്ക് കളർ കൊടുക്കണം. സോ കളർ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഒരു കോപ്പി എടുക്കുകയാണ്. കാരണം എനിക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ മേളിൽ ഒരു റെയിൽ കൊടുക്കണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, നോർമൽ കോപ്പി എടുത്തു. ഓക്കെ, എന്നാൽ ഞാൻ എൻ്റെ പ്രോപ്പർട്ടീസിലോട്ട് വരികയാണ്. പ്രോപ്പർട്ടീസിൽ വന്നിട്ട് ഞാൻ കൊടുക്കുകയാണ് ഒരു 2x2 മതി എനിക്ക്. കുഴപ്പമില്ല. ഓക്കെ, സോ ഞാൻ അതിനെന്ത് ചെയ്യുന്നു, 4/3 ആക്കുന്നു. ഓക്കെ, അപ്പം ഞാനൊന്നുമില്ല, സിമ്പിളായിട്ട് ഞാൻ എന്ത് ചെയ്യും, സെൻറ്ററിൽ കൂടെ ഒരു പൈപ്പ് കൊടുത്തു, അത്രേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഇതിന് ഞാൻ മെറ്റീരിയൽ അപ്ലൈ ചെയ്യാണ്. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വൈറ്റ് കളർ കൊടുത്താൽ മതി. സോ ഞാൻ എന്ത് ചെയ്യുന്നു, വോൾ വൈറ്റ് കളർ ഞാൻ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഒരു കളർ കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി ഇതിനെന്താക്കാം, നമുക്ക് ഒരു ഗ്രൂപ്പാക്കി മാറ്റാം. ഞാൻ എന്തെങ്കിലും മൊത്തം സെലക്ട് ചെയ്തു, കോമ്പൗണ്ട് വാളാണ്, CW ഇപ്പം നോക്കിക്കാൻ നമുക്ക് എന്തായി, കോമ്പൗണ്ട് വാളായി, നമ്മുടെ ബിൽഡിംഗ് ആയി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള പാർട്ടീഷൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഇതെനിക്ക് എന്താണ് വരേണ്ടത്, മെറ്റീരിയൽ, അതായത് എനിക്ക് എന്താ പറയുന്ന ഇന്റർലോക്ക് ആണ് വരേണ്ടത്, പേയ്മെന്റ് മെറ്റീരിയൽ ആണ് വരേണ്ടത്. ഇവിടെ എനിക്ക് ഗ്രാസ് വരണം. സോ രണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, സെപ്പറേറ്റ് ചെയ്യണം. സോ സെപ്പറേറ്റ് ചെയ്യുന്നത് നമ്മൾ ചെറിയൊരു കപ്പ് സ്റ്റോൺ കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഞാൻ എന്ത് ചെയ്യുന്നത്, നോർമൽ ലൈൻ ടൂൾ എടുത്തു, സ്നാപ്പ് ആക്റ്റീവ് ചെയ്തു, ഇവിടെ നിന്ന് ഇതുവരെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു കപ്പ് സ്റ്റോൺ ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ കപ്പ് സ്റ്റോണിനെ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ സെറ്റിങ്സ് നമുക്ക് 10x10 മതി. സോ ഞാൻ എന്ത് ചെയ്യുന്നു, നേരെ വന്നു, അവിടെ ഞാൻ കൊടുക്കുന്നു 10x10. ഓക്കെ, ഇതുപോലെ വന്നിട്ടുണ്ടാവും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണം, അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറ്റിയിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ എന്ത് ചെയ്ത് വെക്കണം, മേലേക്ക് പൊക്കി വെക്കണം. സോ ഞാൻ ഇവിടെ കൊടുക്കുന്നു ഒരു 5 സെൻറ്റി, അപ്പോൾ ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഹൈറ്റ് കിട്ടും അവിടെ. സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് കളർ കൊടുക്കുക, എന്താ വൈറ്റ് കളറാണ് നമ്മൾ നോർമലി കൊടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു, നോർമൽ വൈറ്റ് കളർ കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ. ഓക്കെ അല്ലേ, ഇതുവരെ ക്ലിയർ അല്ലേ? സോ എന്ത് ചെയ്യുക, ഇതുവരെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാം. കാരണം നമ്മൾ മോഡലിംഗ് കഴിഞ്ഞു, നമ്മുടെ കംപ്ലീറ്റ് മോഡലിംഗ് ഇതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ ഒരു ചെറിയൊരു ഇതുകൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അതുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ ചെയ്തിട്ട് പോവാം. ഓക്കെ, ഞാനൊരു ചെറിയൊരു ബോക്സ് എടുക്കുകയാണ്. ഇത് തൊട്ട് ഇതുവരെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു ബോക്സ് വരയ്ക്കുന്നു ഈ ഒരു ഹൈറ്റിൽ, 45 ഹൈറ്റിൽ. അതായത് നമുക്കൊരു ഫ്ലവർ ബോക്സ് പോലെ. ഞാൻ അതിനെ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് എഡിറ്റബിൾ പോളി ആക്കുകയാണ്. ഓബ്ജക്റ്റ് സെലക്ഷൻ, കൺവേർട്ട് ടു എഡിറ്റബിൾ പോളി. അതിൻ്റെ ഫേസ് സെലക്ട് ചെയ്തു. നമുക്ക് എന്ത് ചെയ്യാം,
അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻസെർട്ട് ചെയ്യുന്നു. ഒരു 5 സെന്റിമീറ്റർ ഇൻസെർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു 7 സെന്റിമീറ്റർ. സോ അതൊരു 10 കൊടുക്കാം. പെർഫെക്റ്റ്. ഓക്കെ, അതിനുശേഷം ഞാൻ അതിന് എന്ത് ചെയ്യുന്നു, എക്സ്ട്രൂഡ് ചെയ്യുന്നു. 45 ആണ് അതിൻ്റെ ഹൈറ്റ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു, -40 കൊടുക്കുന്നു. ഓക്കെ, ബട്ട് നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഇങ്ങോട്ടേക്കുള്ള പ്രൊജക്ഷൻസിൻ്റെ ആവശ്യമില്ല. സോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് അതിനൊന്ന് ഇൻസൈഡേക്ക് കൊണ്ടുപോകാം. ഞാൻ ഇതും ഞാൻ പിടിക്കുകയാണ്. ഓക്കെ, നമുക്കതിന് എന്ത് ചെയ്യാം, ജസ്റ്റ് ചെറുതായിട്ട് ഒന്ന് ഇൻസെർട്ട് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോകാം. അത്രേ ഉള്ളൂ. ഡൺ. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു, പ്രോപ്പറായിട്ട് നമ്മുടെ ക്രിയേഷൻസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് വരുന്നില്ല, മോഡലിംഗ് വരുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് 3D ഓബ്ജക്ട്സ് കൊണ്ടുവരിക. ബട്ട് അതൊക്കെ കൊണ്ടുവരുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, മെറ്റീരിയലിംഗ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം മെറ്റീരിയലിംഗ് പ്രോപ്പറായിട്ട് ഇനി പഠിച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ബാക്കി മുമ്പോട്ട്, അതായത് 3D ഓബ്ജക്ട്സുകൾ നമുക്ക് ഇമ്പോർട്ട് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ക്ലിയർ? ഓക്കെ സർ. സോ എന്ത് ചെയ്യുക, ഇതുവരെ ഒന്ന് സെറ്റ് ചെയ്യുക. ഇതുവരെ സെറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, അതേപോലെ വേറെ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, സോ വേറെ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ആ ഒരു വീഡിയോ ഒന്ന് മൊത്തമായിട്ട് ജസ്റ്റ് ഒന്ന് എന്ത് നോക്കാം, വാച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, വാച്ച് ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും വിളിക്കാം സാർ, പറ്റുമ്പോൾ വിളിക്കാം. ഓക്കെ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാം. ഓക്കെ, അല്ല, വീഡിയോ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ വിളിക്കാം. വീഡിയോ അതാണ് ഞാൻ പറഞ്ഞത്, വേറെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, വിളിച്ചാൽ മതി, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ സാർ. സാർ പിന്നെ ആട്ടോക്കാരന്റെ മിസ്റ്റേക്ക്, അതിന്റെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു. ആട്ടോക്കാരന്റെ മിസ്റ്റേക്ക്. ഓക്കെ, സ്ക്രീൻ കാണുമല്ലോ അല്ലേ? കാണാമല്ലേ? സോ ഇപ്പൊ ഇതിനകത്ത് നോക്കാം, ഇവിടെ ഇപ്പൊ രോഹിത് കാണിച്ചിരിക്കുന്നത് ഡബിൾ വോളാണ് കാണിച്ചിരിക്കുന്നത്, അതായത് 8 ഇഞ്ചിന്റെ വോളാണ് കാണിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഈ ഒരു പോർഷൻ. സോ അവിടെ ആക്ച്വലി എന്ത് വരുന്നില്ല, അവിടെ ബെഡ്റൂമോ അല്ലെങ്കിൽ റൂമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. സോ അവിടെ ഫുൾ ഹൈറ്റ് വോളിന്റെ ആവശ്യമില്ല. നമുക്ക് ഈ ഒരു ഇത്രയും ഏരിയ മാത്രമാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്, നമുക്ക് യൂസ്ഡ് ആയിട്ട് വരുന്നത്, അതായത് നമ്മുടെ ബിൽഡിംഗ് ആയിട്ട് വരുന്നത്. സോ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്തിന്റെ ആവശ്യമില്ല, ഈ ഒരു വാളിന്റെ ആവശ്യമില്ല. ഓക്കെ, സോ ഇത് ബാൽക്കണി ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യുക, ഇവിടെ കൊണ്ട് പാരപ്പറ്റ് അവൾ വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ബാൽക്കണിക്ക് ഇവിടെ വന്നിട്ട് ഇങ്ങോട്ടേക്ക് നമുക്ക് നോർമൽ എന്താ പറയുന്നത്, നമ്മുടെ ടെറസ് ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ക്ലോസ് ചെയ്യാം. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതിന്റെ തൊട്ട് താഴെ വരുന്നത് കാർ പോർച്ച് ആണ്. കാർ പോർച്ച് 3 മീറ്റർ ഹൈറ്റിൽ തന്നെ കാർ പോർച്ച് കൊണ്ട് കൊടുക്കണമെന്ന് ഒരു ഇതുമില്ല. രോഹിത് എന്ത് ചെയ്താൽ മതി, നെറ്റിനകത്ത് കയറി ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്താൽ മാത്രം മതി. ഒരുപാട് നമുക്ക് ഇതേപോലെ ഡിസൈൻസ് കിട്ടും. സോ അതിനകത്ത് കാർ പോർച്ച് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, താഴ്ത്തി കൊടുക്കാറുണ്ട്. മേ ബി 2.4 അല്ലെങ്കിൽ 2.6 നമുക്ക് എന്ത് ചെയ്യാൻ കാണുന്നത്, കാർ പോർച്ചിന്റെ ഈ ഒരു സ്ലാബ് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. സോ അങ്ങനെ എന്ത് ചെയ്യുക, ഈ ഒരു 2.6 ഇത് കൊടുക്കണം നോക്കിയാൽ, സോ ഇതിന്റെ ഹൈറ്റ് എന്തായി മാറും, 2.6 ആയിട്ട് മാറും. സോ ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ഒരു ഇതിന്ന് വരുമ്പോൾ ഒരു 2-3 സ്റ്റെപ്പ് കൂടെ കൊടുത്ത് നമ്മൾ ഇറങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ചെയ്തെടുത്താൽ മതി. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇവിടെ കൊണ്ടുവച്ച് ക്ലോസ് ചെയ്യാം, പാരപ്പറ്റ് വാളിട്ട്. ഓക്കെ, സോ അത് കാരണം ഇതിപ്പോൾ കമ്പൾസറി അല്ല, ഇതിങ്ങി കമ്പൾസറി എന്നല്ല, ഇങ്ങനെ വോള് വരാൻ പാടില്ല. ആക്ച്വലി നോർമലി നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഇങ്ങനെ ഫുൾ ഹൈറ്റ് വോള് കൊടുക്കത്തില്ല. ഇതിപ്പോൾ നമ്മൾ ഇപ്പോൾ ഡബിൾ ഹൈറ്റിൽ കൊടുക്കണം, ഡബിൾ തിക്നെസ്സിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഫുൾ ഹൈറ്റിൽ കൊടുക്കണം. സോ അതിന്റെ ആവശ്യം വരില്ല. ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇല്ല, ഇവിടെ അതിന്റെ ആവശ്യമില്ല. അതിന് ഇവിടെ മേലോട്ട് ബിൽഡിംഗ് ഇല്ലല്ലോ. അതിന്
ഇതിന്റെ ഈ ഒരു അവിടെ ഏരിയയിൽ സപ്പോർട്ട് ബിൽഡിംഗ് ചെയ്യുന്ന വരുന്നില്ല. സ്ഥലം നമ്മുടെ ബിൽഡിംഗ് ഇത്ര മാത്രമേ വരുന്നുള്ളൂ. കണ്ടോ, ഈ ഒരു ഏരിയ മാത്രമേ നമ്മുടെ ബിൽഡിംഗ് വരുന്നുള്ളൂ. മനസ്സിലായോ? ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ ബിൽഡിംഗ് ഇല്ലല്ലോ. പിന്നെ എന്തിനാ അവിടെ ഡബിൾ വാൾ കൊടുക്കുന്നത്? മനസ്സിലായോ? ഇതിന്റെ എലിവേഷൻ ഒന്ന് വരച്ച് നോക്കാം, അപ്പൊ മനസ്സിലാവും. നമുക്ക് എന്ത് ചെയ്യുന്നില്ല, ഇവിടെ വോള് വരുന്നില്ല. ഇവിടെ വോളിന്റെ ആവശ്യമില്ല. കാരണം ഇവിടെ നമുക്ക് ബെഡ്റൂമോ ഒന്നുമല്ല. ഇത് നമ്മുടെ ഓപ്പൺ ടെറസ് ആണ്. ഓപ്പൺ ടെറസിൽ ആരും എന്ത് ചെയ്യത്തില്ല, ഡംബി വോളായിട്ട് ഇങ്ങനെ കൊടുക്കത്തില്ല. സോ നമ്മുടെ ബിൽഡിംഗ് എന്ന് പറയുമ്പോഴേക്കും ഇതാണ് നമ്മുടെ ബിൽഡിംഗ്. ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുമ്പോഴേക്കും ഇതാണ് നമ്മുടെ ബിൽഡിംഗ്. മനസ്സിലായോ? ഇതിന്റെ കവർ ചെയ്ത് എന്ത് ചെയ്യാം, ഫുൾ ഹൈറ്റ് വാൾ കൊടുക്കും, 3 മീറ്റർ ഹൈറ്റിൽ വാൾ കൊടുക്കും. ഇവിടെ ആക്ച്വലി നമുക്ക് ഒന്നും വരുന്നില്ല. അപ്പുറത്തും ഓപ്പൺ ആണ്, ഇപ്പുറത്തും ഓപ്പൺ ആണ്, ഇപ്പുറത്തും ഓപ്പൺ ആണ്. പിന്നെ നമുക്കിവിടെ എന്തിനാ 3 മീറ്റർ ഹൈറ്റിൽ വാൾ കൊടുക്കുന്നത്? നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ പാരപ്പറ്റ് വാളിനെ ഈ ബാൽക്കണി നമ്മള് പറഞ്ഞോ. ബാൽക്കണി നമ്മൾ ഓപ്പൺ ആയിട്ട് വെക്കില്ല, നമ്മൾ ക്ലോസ് ചെയ്ത് വെച്ചേക്കില്ല ബാൽക്കണി. ഈ ബാൽക്കണി നമ്മൾ ഓപ്പൺ ആക്കി വെച്ചേക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ബാൽക്കണി ക്ലോസ് ചെയ്ത് വെക്കുമ്പോൾ പോലും ആക്ച്വലി ബാൽക്കണിയുടെ ഇപ്പുറത്ത് എന്തോന്നാണ് ഓപ്പൺ ടെറസ് അല്ലേ. അപ്പൊ പിന്നെ 3 മീറ്റർ ഹൈറ്റിൽ നമുക്ക് വോൾ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ ക്ലോസ് ചെയ്യാൻ. ശരിയല്ലേ? ഇപ്പൊ ഇപ്പുറത്ത് ബെഡ്റൂം ആണെന്ന് വെക്കുക. സോ ബൈ ഡിഫോൾട്ട് ആയിട്ട് എന്ത് ചെയ്യും, ഇപ്പൊ ഇവിടെയും റൂം ഉണ്ടെന്ന് വെക്കുക. ഫസ്റ്റ് ഫ്ലോർ ഇപ്പൊ ഇത് മൊത്തം ഫസ്റ്റ് ഫ്ലോർ ആയിട്ട് എടുത്തു. സോ എന്തുണ്ടാവും, ഈ ഒരു വാൾ ഇവിടെ ക്ലോസ് ആയിട്ട് വരും. 3 മീറ്റർ ഹൈറ്റിൽ ക്ലോസ്ഡ് ആയിട്ട് വരും. ബൈ ഡിഫോൾട്ട് ആയിട്ട് ക്ലോസ്ഡ് ആയിട്ട് വരും. ഇപ്പൊ ഈ കാണുന്നത് പോലെ ഇതുപോലെ എന്ത് ചെയ്തിട്ട് വരും, ഇവിടെ വാൾ ഒന്ന് ക്ലോസ് ആവും. അത് സ്വാഭാവികമാണ്. ബട്ട് ഇവിടെ ഓപ്പൺ ടെറസ് ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് വെച്ച് ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. 3 മീറ്റർ ഹൈറ്റ് വാൾ വെച്ച് ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായില്ലേ? സോ 3 മീറ്റർ വാൾ വെച്ച് നമ്മൾ ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് വരും, റോങ് റിസൾട്ട് ആയിട്ട് വരും. ഓക്കെ, സോ എന്ത് ചെയ്യരുത്, അത് വരരുത് അവിടെ. പിന്നെ വേറെ എന്താ ഞാൻ നോക്കി വെച്ചിരുന്നത്, ബാക്കി പിന്നെ എനിക്ക് തോന്നുന്നു വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അത്രേ ഉള്ളൂ. എനിക്ക് ഈ ഒരു സ്ലാബ് ഒന്ന് താഴ്ത്താൽ മതി. 3 മീറ്റർ ഹൈറ്റിൽ സ്ലാബ് കൊടുക്കണമെന്നില്ല, കുറച്ചുകൂടെ താഴ്ത്താം. കാരണം ഇവിടെ നമുക്ക് കാർ പോർച്ചാണ് താഴെ വരുന്നത്. സോ 3 മീറ്റർ ഹൈറ്റിൽ സ്ലാബ് കൊടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഡിസൈൻ വേസ്റ്റ് ആയിരുന്നാലും കുറച്ചുകൂടെ താഴ്ത്താം, കുറച്ചുകൂടെ ഭംഗിയുള്ള ഡിസൈനിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തെടുക്കാം. സൗണ്ട് കട്ടായി പോണ, സൗണ്ട് ക്ലിയർ ഇല്ല, വിട്ടാ പോണ. കുഴപ്പമില്ല, നമ്മുടെ റെക്കോർഡിങ്ങിനകത്ത് ഉണ്ടാവും ക്ലിയർ ആയിട്ട്. ഓക്കെ, സോ അതേപോലെ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും, ഈ ഒരു വാളിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഈ ഒരു ലെങ്ത് വാളിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എന്ത് കൊടുക്കേണ്ടി വരും, ഒരു ബീം കൊടുക്കേണ്ടി വരും. അത് പക്ഷെ അങ്ങോട്ട് സ്ലാബ് ഇതുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഡിസൈൻ ചെയ്തത്. അല്ല, നമുക്ക് ഇതുവരെയാണ് സ്ലാബ്, ഇപ്പൊ ഇതുവരെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരുള്ളൂ സ്ലാബ് അല്ലേ. ഇത്രയും പോർഷൻ മാത്രമേ നമുക്ക് ഓപ്പൺ സ്ലാബ് വരുള്ളൂ. ബാക്കി ഇത് മൊത്തം സ്ലാബാണ്. അത് മാത്രമല്ല നല്ല വിട്ടും ഉണ്ട് ഇത് അല്ലേ. ഓൾമോസ്റ്റ് 7 മീറ്റർ സംതിങ് വിട്ട് ഉണ്ട്. 7 മീറ്റർ കിടപ്പുണ്ട് ഇത് വിട്ട്. റൈറ്റ്. സോ നമുക്ക് എന്ത് ചെയ്തേ പറ്റുള്ളൂ, ഇവിടെ നമുക്ക് അത് കൊടുത്തേ പറ്റും. കാരണം ഇവിടെ എന്ത് വരുന്നുണ്ട്, ഈ ഒരു വെയിറ്റ് ഉള്ള വാൾ വരുന്നുണ്ട്. വാൾ നമ്മൾക്ക് വെയിറ്റ് ഉള്ള സാധനമാണ്. സോ എന്ത് ചെയ്തില്ല, ഈ ഒരു ഇതിനകത്ത് താഴത്തില്ല. സോ അവിടെ എന്ത് കൊടുക്കണം, നമുക്ക് പ്രോപ്പറായിട്ട് ഇത് കൊടുക്കേണ്ടി വരും, ബീം കൊടുക്കേണ്ടി വരും. കുഴപ്പമില്ല, ഡിസൈൻ വൈസ് ഓക്കെ. പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നു. അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഓക്കെയാണ്, ആ പ്രശ്നമൊന്നുമില്ല. കുഴപ്പമില്ല. നോർമലി നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ആ ഒരു ഇത് മാത്രം, അങ്ങനെ ആക്ച്വലി വാൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള ഒരു റീസൺ കൊണ്ട് മാത്രം. അല്ലെങ്കിൽ ഓക്കെയാണ്, വേറെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെയാണ്. ഓക്കെ, വേറെ ഓക്കെ. ഇനിയിപ്പോൾ അതിൻ്റെ എലിവേഷൻ സെക്ഷനും കൂടെ ഒന്ന് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. എങ്കിൽ മാത്രം നമുക്ക് അതുകൂടെ ഒന്ന് എന്ത് ചെയ്തെടുക്കണം, ക്ലിയർ ചെയ്തെടുക്കണം. ഓക്കെ.